ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് രണ്ട് ഭാഗമായിട്ടാണ് തയ്യാറാക്കി ആ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്. ഒന്നാം ഭാഗം കഴിഞ്ഞ വർഷം തന്നെ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നടപ്പിലാക്കി എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് റൂൾസ്, സ്പെഷ്യൽ റൂൾസും റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയുള്ള റൂൾസും തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. അത് തയ്യാറാക്കി കഴിഞ്ഞു. ഞാൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ അത് റൂൾസായി വരികയുള്ളൂ. ഏറ്റവും ഒടുവിൽ നിയമസഭാ സബ്ജക്റ്റ് കമ്മിറ്റി അടക്കം പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ റിപ്പോർട്ടാണ് അദ്ദേഹം ഇപ്പം നമ്മൾ ഗവൺമെൻറ് സമർപ്പിച്ച് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മന്ത്രിസഭ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിപ്പോർട്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. വലിയ റിപ്പോർട്ടാണ് രണ്ട് റിപ്പോർട്ടിൽ. ആ പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇന്നലെ ഒരു മാധ്യമം, ഒരു ദൃശ്യമാധ്യമം തെറ്റായി ഉള്ള ലീഡ് വാർത്ത കൊടുത്തായിരുന്നു. അതേ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കി വരുമ്പോൾ അതിൽ പ്രശ്നമൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞത്, ചോദ്യം ചോദിച്ചത് അക്കാഡമിക് ടൈം രാവിലെ മുതൽ ഉച്ചവരെ എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടതിൽ, അതിൽ മാറ്റം വരുത്താമോ? രണ്ട്, അധ്യാപക നിയമനം എയ്ഡഡ് മാനേജ്മെൻറ്റില്ല, PSCക്ക് വിടുമോ? ഇത് രണ്ടിലും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിസഭയിൽ കൊണ്ടുപോയി ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത് കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എയ്ഡഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് പ്രമുഖ പ്രസ്ഥാനമാണ്. ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെക്കാൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് എയ്ഡഡ് മാനേജ്മെൻറ്റിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് രണ്ട് റിപ്പോർട്ടും അംഗീകരിച്ചിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട കമ്മിറ്റി ചെയർമാൻ ഖാദറിനോട് അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടുമുണ്ട്. കമ്മിറ്റി ചെയർമാൻ തന്നെ ഇന്ന് സംസാരിച്ചത് ഈ അധ്യാപക നിയമനം ഉൾപ്പെടെ പലതും പരമ്പരാഗതമായ വർഷങ്ങളോളം പഴക്കമുള്ള സമ്പ്രദായമാണ് ഇപ്പോൾ തുടരുന്നത്. ഈ സ്കൂളുകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, അധ്യാപകർക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ഈ അധ്യാപക നിയമനം ഉൾപ്പെടെ ആ സമ്പ്രദായം മാറ്റിയേ പറ്റൂ. അതിന് ബോർഡ് വേണം. സർക്കാർ പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രമേ ഭരിക്കുന്ന സർക്കാർ കാണിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി ഇത്തരത്തിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതാണ് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ശ്രീ ഖാദറിന്റെ അഭിപ്രായം, ഗവൺമെന്റ് അഭിപ്രായം അതല്ല. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാന തലത്തിൽ കലോത്സവം മത്സരങ്ങളായി നടത്തേണ്ടതില്ല എന്നതൊക്കെയാണ് നിർദ്ദേശം. ഞാൻ അതിനാണല്ല പൊതുവേ പറഞ്ഞത്. നിങ്ങളൊക്കെ തന്നെ മാധ്യമ പ്രവർത്തകരാണല്ലോ, നിങ്ങളുടെ എത്ര റിപ്പോർട്ട് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചോളം തയ്യാറാക്കുമ്പോൾ വരുന്ന നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും മുഴുവൻ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പറ്റി, ചില കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. ചിലത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും. അതിനിത്ര ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും കലോത്സവങ്ങൾ നിർത്തണം എന്ന ആവശ്യം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട്. സംസ്ഥാന തലത്തിൽ ഉള്ള മത്സരം ഒഴിവാക്കി ജില്ലാ തലത്തിൽ തന്നെ കലോത്സവം നടത്തണം എന്നതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു ശുപാർശ. അത് അംഗീകരിക്കില്ല എന്ന സൂചന തന്നെയാണ് വി ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത്. എല്ലാ നിർദ്ദേശങ്ങളും അതേപടി അംഗീകരിക്കില്ല, ചർച്ച ചെയ്ത് ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന് സർക്കാർ പറയുന്നു. അതോടൊപ്പം സ്കൂളുകളിൽ ക്ലാസുകളിൽ കുട്ടികളുടെ എണ്ണം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാർ തത്വത്തിൽ തീരുമാനം എടുത്തിട്ടും ഉണ്ട്.